നമസ്കാരം, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ രാവിലെ 7 മണി സമയത്താണ് കാറിൽ കയറിയിരിക്കുന്നത്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ ബാംഗ്ലൂരത്തെ ട്രാഫിക് ബ്ലോക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. സാധാരണ ഞങ്ങൾ നാട്ടിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പുലർച്ചെ ഇറങ്ങുന്നതാണ്. ഇന്നിപ്പോൾ അതിനൊന്നും സാധിച്ചില്ല. ഇന്നലെ രാത്രി 10:30ക്കാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇന്നതേ നാട്ടിലേക്ക് പോരാം എന്നുള്ളത് കേട്ടോ. ഞാൻ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ കല്യാണം ആ ഒരു വീക്കിൽ ഒരാഴ്ചത്തേക്ക് വന്നിട്ട് ശബരിമലയ്ക്കും പോയി കല്യാണം കൂടി തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പെട്ടെന്ന് പോകാമെന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ, നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. നമുക്ക് ഇവിടുത്തെ ചികിത്സ തൃപ്തികരമായിട്ട് തോന്നാത്ത കാരണം കൊണ്ട് മുന്നേറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം നാട്ടിലേക്ക് പെട്ടെന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അച്ഛനോടൊക്കെ സംസാരിച്ച്, അച്ഛനാണെങ്കിൽ ഡെയിലി വിളിയായിരുന്നു വരാനായിട്ട്. പക്ഷേ നമ്മൾ പെട്ടെന്നാണ് തീരുമാനിച്ചെന്നാൽ ശരി നാട്ടിലേക്ക് പോരാം എന്നുള്ളത് കേട്ടോ. അങ്ങനെ രാത്രി കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഇങ്ങനെ വീട്ടിൽ താമസിച്ചിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പുറപ്പെടാമെന്ന് പറഞ്ഞാൽ ഇന്ന് പോയി നാളെ വരാനായിട്ടല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ചെയ്യാൻ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രാത്രി പെടാപ്പാട്, ഞാൻ മാത്രമല്ല ശരത്തേട്ടനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് ശരത്തേട്ടൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയാണ് കേട്ടോ, EMC സ്ക്വയർ. ഇപ്പോൾ ഡെൽ EMC എന്ന് പറയും. അപ്പോൾ ആദ്യം ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്തായിരുന്നു ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചധികം വർഷം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നീടാണ് വേറെ കമ്പനികളിലേക്കൊക്കെ മാറിയത്. ഇതൊരു MNC കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനത് കണ്ടപ്പോൾ കാണിച്ചു തന്നതാണ്. പിന്നെ ഇതാണ് റെയിൻബോ ഹോസ്പിറ്റൽ. പിക്കുനിയും തനിക്കുട്ടീനെയൊക്കെ കാണിക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്പർ 1 ബാംഗ്ലൂർ ഹോസ്പിറ്റൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് റെയിൻബോ ഹോസ്പിറ്റലാണ്. പിന്നെ മണിപ്പാലൊക്കെ ഉണ്ട്. അപ്പോൾ പിക്കുനിയും തനുകുട്ടീനെയൊക്കെ ഇവിടെ നമ്മൾ കാണിക്കാറുണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ, അത്രയും എന്താ പറയുക ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് റെയിൻബോ ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനും ശരത്തേട്ടനൊക്കെ രാത്രി പെടാപ്പാട് പണിത് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളൊരു വീടൊക്കെ അടച്ചിട്ടിട്ട് കുറേ ദിവസത്തേക്ക് പോരാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും എന്നുള്ളത്. അതും സഡൻ ആയിട്ടുള്ള ഒരു തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. 10:30ക്കാണ് ഞങ്ങൾ രാത്രി പെട്ടി എടുത്തത് തന്നെ. അപ്പോൾ ആ സമയത്ത് ഫ്രിഡ്ജിലാണെങ്കിൽ ഒരുപാട് പച്ചക്കറിയും സാധനങ്ങളും അടുത്ത ദിവസത്തേക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടെന്ന്, പാലപ്പത്തിന് ഇതൊക്കെ എടുത്ത് ഞാൻ തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റിക്ക് കൊണ്ടുകൊടുത്തു. അവരോട് പോവാണെന്ന് പറഞ്ഞു. നമുക്ക് ജോലിക്കാരൊക്കെ വരുമല്ലോ, അപ്പോൾ അവളെ ഏൽപ്പിക്കേണ്ടേ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ചെടി കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ അവരെ ഫോൺ ചെയ്ത് പറയുന്നു, താക്കോൽ കൊടുക്കുന്നു, എന്തൊക്കെയോ നമ്മൾ കാട്ടിക്കൂട്ടി ആ നേരം കൊണ്ട്. എന്നിട്ടാണ് ബാഗൊക്കെ ഒതുക്കി ഞങ്ങൾ കിടക്കുമ്പോഴത്തേക്കും 1 മണിയായി കേട്ടോ. അപ്പോൾ ഈ ഒരു പെട്രോൾ പമ്പിൽ കണ്ടോ ചെടി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. ഞാനത് നോക്കിയിരുന്നു കുറച്ച് നേരം. അപ്പോൾ അങ്ങനെ ഒത്തിരി ജോലികൾ ചെയ്ത് ഞങ്ങൾ കിടക്കുമ്പോൾ 1 മണി സമയം. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് പോരാനായിട്ട് ശരത്തിന് ശരിയായിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിലും ഡ്രൈവ് ചെയ്യാനും ബുദ്ധിമുട്ടല്ലേ. ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടൊന്നല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ശരിയാവോ എന്നുള്ളൊരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ഒരു ഹോപ്പ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ശരത്തേട്ടൻ തന്നെയാണ് ത്രൂ ഔട്ട് കാർ ഓടിച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഹൈവേയിലൊക്കെ ഞാൻ ഒരുപാട് നേരം ഓടിക്കാറുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് അതിനൊന്നുമുള്ളൊരു മൂഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാംഗ്ലൂരത്തെ ആ തിരക്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. ഇറങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾ 9:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ട്രാഫിക് ബ്ലോക്കാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഓഫീസും സ്കൂളും ഒക്കെയുള്ള ദിവസമല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ വണ്ടി ഒരു ഇഞ്ച് മൂവ് ചെയ്യുന്ന പോലും ഇല്ലായിരുന്നു കേട്ടോ, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഈ തിരക്കിൽ പെടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി നിർത്താണ്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ വെജിറ്റേറിയൻ ആണല്ലോ ഫുഡ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നല്ല ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് വേണമല്ലോ കയറാനായിട്ട്, കുട്ടികളൊക്കെ കൂടെയുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ റിവ്യൂ ഒക്കെ നോക്കി വന്നപ്പോൾ ദേ ഗർഖി ഖാന എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. വീട്ടിലെ പോലെ കഴിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നോക്കിയൊക്കെ നമ്മുടെ ഈ ക്രീപ്പറെ പോലത്തെ ചെടിയില്ലേ, അതിങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ സാധാരണ പോലെ തന്നെ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാകുമ്പോൾ അപ്പം ഉണ്ടാക്കി തരുന്നതാണല്ലോ എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ ഈ ക്രീപ്പർ ചെടി കണ്ടപ്പോൾ നല്ല ഭംഗിയിൽ, അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ്. അതിനിടയ്ക്ക് കേട്ടോ തനുക്കുട്ടി അവിടെ കയറി ഇരിപ്പുണ്ടായിരുന്നു,
ഫോട്ടോ എടുക്കണേ അമ്മയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടരുന്നു. ഇന്ന് പൊതുവേ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം തണുപ്പും മഞ്ഞും ഒക്കെ കണ്ടായിരുന്നു. ഒരുപാട് വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴയും ഉണ്ടായിരുന്നില്ല. പൊടിപൊടിയായിട്ട് മഴ പെയ്തു ഇടയ്ക്ക് കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കാറിൽ കയറി ഒറ്റ ഉറക്കമാണ് കേട്ടോ. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇടയ്ക്ക് നിർത്തുമ്പോൾ മാത്രമേ എണീറ്റിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ശരത്തേനോട് ഇങ്ങനെ ത്രൂ ഔട്ട് വർത്താനം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുട്ടികളായിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ യാത്ര തുടരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഒരു 12:45 ആയിട്ടുണ്ട്. കോയമ്പത്തൂർ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. തനുകുട്ടിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. കാലത്ത് അവൾ മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ട് അവൾക്ക് വിശന്നു. അപ്പം എന്നാൽ ശരി കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല റെസ്റ്റോറൻറ്റ് നോക്കി പ്യുവർ വെജൊക്കെ കഴിക്കേണ്ടേ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യണ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഇതുപോലെ വെജിറ്റേറിയൻ താലിയാണ് കഴിക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ വയറ് നന്നായിട്ട് ഫില്ലാവുകയും ചെയ്യും. നമ്മുടെ വയറിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാനും ചാൻസ് കുറവാണ്. പിന്നെ ഇത് മിനി മീൽസാണ്. ഇതിൽ കുറേ റൈസ് വിഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പിക്കുമോന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ അവനത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇതിൽ കേർഡ് റൈസും സാമ്പാർ റൈസൊക്കെ ഉള്ള കാരണം കൊണ്ടായിരിക്കാം. പിന്നെ എൻ്റെ നിന്ന് കുറച്ച് റൈസ് വാങ്ങിച്ചിട്ട് ദാൽ കൂട്ടിയിട്ടാണ് അവൻ കഴിച്ചത്. പിന്നെ ശരത്തേട്ടൻ ഇതിൽ പനീർ ബിരിയാണി വാങ്ങിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതും കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സ്പൈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നിരുന്നു. തനുകുട്ടിക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു ഞാൻ അവിടെ നിന്ന് കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ ഓർത്തത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് അകത്തിരിക്കുന്നത് പുറത്തേക്ക് എടുത്ത് വെച്ചില്ല എന്നുള്ളത്. അതോടുകൂടി ഞാൻ ഒന്നും കൂടി ഡൗൺ ആയിപ്പോയി. കാരണം അതിനും ജീവനുള്ള വസ്തുക്കളല്ലേ. എനിക്ക് ഭയങ്കര വിഷമമായി പോയി കേട്ടോ. ഞാൻ ഇതെങ്ങനെ മിസ്സാക്കി എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കേരള ബോർഡറിലേക്ക് കടന്നിട്ടുണ്ട്. സാധാരണ ഇവിടെ എത്തുമ്പോഴാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാറുള്ളത് കേട്ടോ. വാളയാറിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ റെഗുലറായിട്ട് ലഞ്ച് കഴിക്കാറ്. പക്ഷേ ഇത്തവണ ലഞ്ചിന് അവിടെ എത്താനായിട്ട് പറ്റിയില്ല. നല്ല ലേറ്റായി പോയി ഞങ്ങൾ ഈ ഒരു ബോർഡറൊക്കെ കടക്കുമ്പോഴത്തേക്കും. അത്രയും നേരം വിശന്നിരിക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ വണ്ടിയിൽ അത് ട്രാവൽ ചെയ്യണ സമയത്തുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശക്കും. ഇന്നിച്ചിരി കുറവായിരുന്നു. എന്നാലും ഉച്ചയായപ്പോഴത്തെ തനുകുട്ടിക്ക് വിശന്നപ്പോൾ ഞങ്ങൾ വേഗം കയറി കഴിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുതിരാൻ തുരങ്കത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ കടന്നു പോവാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ച് നേരമുള്ള ഒരു 10-15 മിനിറ്റിനുള്ളിൽ എൻ്റെ വീട്ടിലേക്ക് എത്തും. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ കയറിയിട്ട് ചായ കുടിച്ച് സന്തോഷിച്ചിരിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നതിൽ നമുക്കിവിടെ നിന്ന് നേരെ വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ തനുക്കുട്ടീനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങളിതേ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ചേട്ടന് ഞങ്ങളുടെ കൂടെ കാറിലുണ്ടായിരുന്നു കേട്ടോ. ചേട്ടനാണ് ഡോക്ടറെ പോയി കണ്ടതും കാര്യങ്ങൾ അന്വേഷിച്ചതും ഒക്കെ. ചേട്ടൻ ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ. അപ്പോൾ ഇത് തൃശ്ശൂർ മനക്കൊടി എന്നൊക്കെ പറയാം. അമ്മാടം മനക്കൊടി ആ ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. പുള്ളുപാടമൊക്കെ ഇതിനടുത്താണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വയലുകളും താമരപ്പാടവും അങ്ങനെയൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഞാനിനി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ ഡോക്ടറെ കാണുന്ന സ്ഥലത്തെത്തി. അവിടെ കാര്യങ്ങളൊക്കെ കണ്ടു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ തിരിച്ചിവിടേക്ക് 7 7:30 ആയിട്ടുണ്ടായിരുന്നു. തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇത് ശക്തൻ തമ്പുരാൻ മാർക്കറ്റാണ് കേട്ടോ. നവീകരിച്ചതിന് ശേഷം ഞാൻ 1-2 വട്ടം കാണിച്ചിട്ടുണ്ട്. പക്ഷേ രാത്രി സമയത്തെ വ്യൂ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഫുൾ AC ആണ് കേട്ടോ. ഇതിനകത്ത് കൂടെ മേൽപ്പാലത്തിൽ കൂടെ പോകുമ്പോൾ ഞാൻ കയറിയിട്ടൊന്നുമില്ല. കേട്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ തനുക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞതാ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് ജാനിമോളുടെ കൂടെ കളിയായിരുന്നു. വമ്പിച്ച് കളിയായിരുന്നു കേട്ടോ രണ്ടുപേരും. ജാനിക്കുട്ടി സ്കൂളിലെല്ലാം പോയി വന്ന് രണ്ടുപേരും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇരിപ്പുണ്ടായിരുന്നു. രണ്ടുപേരും മാലയൊക്കെ ഇട്ടിട്ട് തമ്മിൽ കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം അമ്മ അവർക്ക് ഇതുപോലത്തെ ഷിമ്മീസ് ഉണ്ടാവില്ലേ രാത്രിയൊക്കെ ഇടുന്ന ടൈപ്പ് ബ്ലാക്ക് കളറിൽ തയ്പ്പിച്ചതാണ് കേട്ടോ. അമ്മ ഇവിടെ നാട്ടിൽ തുണിയെടുത്തിട്ട് തയ്പ്പിച്ചതാണ്. തനിക്കുട്ടിക്കും ഉണ്ടായിരുന്നു, ജാനിമോൾക്കും ഉണ്ടായിരുന്നു. രണ്ടാളും ആദ്യമായിട്ടാണ് കേട്ടോ ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടുപേർക്കും ഒരുപോലെ തയ്പ്പിച്ചിരിക്കുന്നത് കേട്ടോ. മാലയൊക്കെ ഇട്ട് തമ്മിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ആദ്യത്തെ ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും. പിന്നെ ഇടയിലിടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ വരും. എന്നാലും അവർ ഭയങ്കര കൂട്ടാണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ് പിക്കുമോനും ഡിക്രുമോനും. അവർ താഴത്തായിരുന്നു, ഞാൻ മേലെ വന്നതാണ്. ഭയങ്കര യാത്രയല്ലേ. ഞങ്ങൾ രാവിലെ 7 മണി തൊട്ട് ഇപ്പോൾ ഈ രാത്രി 7-7:30 വരയ്ക്കും ട്രാവൽ
ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ വന്ന് കുളിച്ചൊന്ന് കിടന്നാൽ മതി എന്നായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. അതിനിടയ്ക്കാണ് ദേ ഇവരുടെ ഈ കളിയും ഇതൊക്കെ ആൻറ്റി വീഡിയോ എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ കുട്ടികളല്ലേ, ഞാനിങ്ങനെ ഇവിടെ വരുമ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാൽ ശരി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കളിയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവരുടെ കളി അവസാനിപ്പിച്ചിട്ട് എനിക്ക് പോയി കിടക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഇവരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിനി പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പരിപാടി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതേ ഈ ചെറിയ റൂമിലാണ് കേട്ടോ ഇപ്പോൾ ഇവരൊക്കെ കിടക്കുന്നത്. സെപ്പറേറ്റ് ഒക്കെ ആണല്ലോ, മാറി കിടക്കൊക്കെ വേണമല്ലോ. അപ്പോൾ താനിക്കുട്ടിയും ജാനിക്കുട്ടിയും ഇവിടെ ഞങ്ങൾ പിന്നെ വീട്ടിൽ ആദ്യം വരുന്ന ദിവസം ഒരുമിച്ചേ കിടക്കുള്ളൂ. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഒരുമിച്ച് കിടക്കും, ഒരുമിച്ച് കുളിക്കും, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അവസാനം ദേ രണ്ടുപേരും പിടിച്ച് കിടത്തിയിട്ടുണ്ട് കേട്ടോ. ആക്ടിങ് ആണെന്ന് കണ്ടാൽ പറയില്ലല്ലോ. ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങിയെന്ന് നിങ്ങളോടൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദേ അതുപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഈ കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കണം. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സ് ആയിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട്, കാരണം ഞങ്ങൾ നാട്ടിലാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.